Welcome to science class. Today we are going to discuss 8th standard science 16th chapter light. എല്ലാവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ തടസ്സം കൂടാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററാണ്. It is a continuation with what you have studied in 7th standard. നമ്മൾ 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. ഓക്കെ, ലൈറ്റ്. സോ യു നോ വാട്ട് ഈസ് ലൈറ്റ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ സൗണ്ട് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സൗണ്ട്, വാട്ട് ഈസ് സൗണ്ട്? സൗണ്ട് ഈസ്, ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് സൗണ്ട്? യെസ്, sound is a form of energy which gives us the sensation of vision. Okay, likewise we can say what is light. Light is a form of energy which gives us the sensation of sight. നമുക്ക് കാഴ്ച രൂപം നൽകുന്ന ഒരു ഊർജ്ജ രൂപമാണ്, കാഴ്ച നൽകുന്ന ഒരു ഊർജ്ജ രൂപമാണ് നമ്മളുടെ ലൈറ്റ്. യു നോ ദാറ്റ്. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ഡിഫറെൻറ്റ് തിങ്സ് അറൗണ്ട് us because of light. നമ്മൾ പറയും, ഇഫ് യു നോ വി ഹാവ് 5 സെൻസസ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5 സെൻസസ് ഉണ്ട് അല്ലേ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഈസ് അവർ വിഷൻ, സെൻസ് ഓഫ് വിഷൻ. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ, വി ക്യാൻ സീ ദ ഡിഫറെൻറ്റ് ദ ബ്യൂട്ടിഫുൾ നേച്ചർ ബിക്കോസ് ഓഫ് ദിസ് സെൻസേഷൻ ഓഫ് വിഷൻ. ഓക്കെ, സോ വാട്ട് മേക്ക് ദ തിങ്സ് വിസിബിൾ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചുറ്റുമുള്ള സംഗതികൾ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്? ലെറ്റ് us ഡിസ്കസ്. യു നോ, നമ്മൾ പറയും വി ക്യാൻ സീ തിങ്സ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് അവർ ഐ. നമ്മളെ കണ്ണുള്ളത് കൊണ്ടാണ് വസ്തുക്കളൊക്കെ കാണുന്നതെന്ന് പറയും. ഇറ്റ് ഈസ് കറക്റ്റ് ഓൺലി, ബട്ട് മിയർലി ദ പ്രസൻസ് ഓഫ് ഐ ഡു നോട്ട് ഗിവ്സ് അസ് സെൻസേഷൻ ഓഫ് വിഷൻ. നമുക്ക് കണ്ണുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് കാഴ്ച ലഭ്യമാവുകയില്ല. കാഴ്ച ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി ഹാവ് ദർ ഷുഡ് ബി ലൈറ്റ്. ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശം, വിത്തൗട്ട് ലൈറ്റ് നോ യൂസ് ഓഫ് അവർ ഐ. പ്രകാശമില്ലെങ്കിൽ കണ്ണുകൊണ്ട് പ്രയോജനം ഇല്ല. യു നോ ദാറ്റ്. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് ഇറ്റ്. ഓക്കെ, ആൻഡ് യു നോ we have studied in 7th standard the shiny surfaces reflect light. പ്രകാശം, പോളിഷ്ഡ് സൈറ്റ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് പോളിഷ്ഡ് സ്മൂത്ത് പോളിഷ്ഡ് സർഫസ് വി കോൾ ഇറ്റ് ആസ് മിറർ. നമ്മൾ മിറേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. മിറേഴ്സ്, പ്ലെയിൻ മിറർ ആൻഡ് ആസ് വെൽ ആസ് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, നമ്മളെല്ലാം പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു പ്ലെയിൻ മിറർ കാണും അല്ലേ, പ്ലെയിൻ മിറർ. സോ ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റീസ്. നിങ്ങളുടെ ബുക്കിനകത്തൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. So in this activity you can perform the activity by using a mirror and a point object. You know, നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലൂടെ you can see a torch. You can take the help of a torch. ഒരു ടോർച്ച് എടുത്താൽ and make a small hole. You have to take one cardboard piece and make a hole in it. ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുക. ദെൻ ലൈറ്റ് ദ ടോർച്ച് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് ത്രൂ ദ ഹോൾ. സോ ത്രൂ ദ ഹോൾ ദ ലൈറ്റ് ബീം ഫാൾ ഓൺ ദ മിറർ. മിററിൽ വന്ന് പതിക്കും അല്ലേ, മിററിൽ വന്ന് ലൈറ്റ് വന്ന് പതിക്കും. ആഫ്റ്റർ ഗെറ്റിംഗ് വെൻ ഇറ്റ് ഫാൾസ് ഓൺ ദ മിറർ വാട്ട് ഹാപ്പൻ? ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക്. അത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത് കാണാം. യു ക്യാൻ സീ ഇൻ ദ ഡയഗ്രാം. ദ ഫിഗർ 16.1 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ യു ക്യാൻ സീ ദർ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ടാവും. യെസ്, കാണുന്നുണ്ടല്ലോ. ദിസ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം ദ ട്യൂബ്. ഈ ട്യൂബിൽ നിന്നുള്ള ലൈറ്റാണ് നിങ്ങളുടെ ഇതിനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. സോ ദ പ്രോസസ്, അപ്പോൾ ദ ലൈറ്റ് റേ വിച്ച് ഫാൾസ് ഓൺ ദിസ് മിറർ. മിററിൽ വന്ന് പതിക്കുന്ന ഈ ലൈറ്റ് റേസിന് നമ്മളൊരു പേര് പറയാം, ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ ആക്ച്വലി ഇറ്റ് ഈസ് ബീം ഓഫ് ലൈറ്റ്. ഒത്തിരി ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നുണ്ട്. ലൈറ്റ് റേ ഈസ് ആക്ച്വലി എ കോൺസെപ്റ്റ്. പ്രകാശകിരണം എന്ന് പറയുന്നത് നമുക്കൊരു പ്രകാശകിരണം പുറപ്പെടുവിക്കാനായിട്ട് പറ്റില്ല.
ഇറ്റ് ഈസ് ഇമ്പോസിബിൾ കേട്ടോ. എത്രയാണെങ്കിലും എത്ര ചെറിയ ഹോളാണെങ്കിലും അതിലൂടെ വരുന്നത് ഒരു ബീം ഓഫ് ലൈറ്റ് ആയിരിക്കും. ബീം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. അപ്പോൾ ബീം ഓഫ് ലൈറ്റ്. പക്ഷേ നമ്മൾ ഫോർ ദ പേർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിൽ നമ്മളൊരു പ്രകാശകിരണം എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ, ഇതിനകത്ത് ഒരു സ്മൂത്ത് സർഫസ് ഇതിൽ വന്ന് പതിക്കുന്ന ഈ ഒരു പ്രകാശകിരണത്തെ നമുക്ക് എന്ത് പറയാം? ഇൻസിഡൻറ്റ് റേ എന്ന് പറയാം. പതനകിരണം എന്ന് മലയാളം പറയും, പതനകിരണം. സോ വെൻ എ ലൈറ്റ് റേ ഫാൾസ് ഹിയർ, ദാറ്റ് ലൈറ്റ് റേ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ആ ലൈറ്റ് റേ ഇതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു പോകും. ദ ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് the reflected ray. What is a reflected ray? Yes, the incident ray after reflection. Incident ray after reflection is called a reflected ray. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഇൻസിഡൻറ്റ് റേ, ദ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. ദ ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് അനദർ തിങ്, ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാനിതൊരു നിങ്ങൾക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി കാണിക്കാം. ഇത് കൺസിഡർ, ഈ ഒരു പേന നമുക്ക് ഇൻസിഡൻറ്റ് റേ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് റിഫ്ലക്റ്റഡ് റേ ആയിട്ട് കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും, ഓക്കെ, ഇത് ഈ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഇതിൽ തട്ടുന്നു, തിരിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കൂ. ഓക്കെ. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പോയിൻ്റ്, ഇത് പോയിൻ്റ് ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് വന്ന് ഇവിടെ തട്ടുന്നു ദിസ് പ്ലെയിൻ. ഓക്കെ, സോ ദാറ്റ് പോയിൻ്റ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ്. ടെൽ മീ വാട്ട് ഈസ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ്? എന്താണ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്? ദ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഓൺ എ പോയിൻ്റ്, നമ്മുടെ ഒരു സർഫസിൽ വന്ന് പതിക്കുന്ന പോയിൻ്റ് ഓൺ വിച്ച് ദ ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക് ഓൺ ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ്. സോ ഇൻ ദിസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ദ ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക്. സോ ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്ക് ഓൺ ദ reflecting surface you can call as point of incidence. ഓക്കെ, പതനകിരണം വന്ന് പതിക്കുന്ന ബിന്ദുവിനെ നമുക്ക് പതന ബിന്ദു അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഫ്രം ദർ ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ്. പിന്നീട് ദ ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ. സോ ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. സോ യു ക്യാൻ ഡ്രോ എ നോർമൽ പെർപെൻഡിക്കുലർ ടു ദിസ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഈ വന്ന് പതിച്ച ഈ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് കാണാം, ഇതാ ഇവിടെ തട്ടിയ ഈ പോയിൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഡ്രോ എ നോർമൽ മീൻസ് എ പെർപെൻഡിക്കുലർ. ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ദിസ് പോയിൻ്റ്. ഈ പോയിൻറ്റിന് നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്താ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ആ പോയിൻറ്റിൻ്റെ ഒരു പ്രൊട്രാക്ടറൊക്കെ വെച്ച് നിങ്ങൾക്ക് 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ലൈൻ, if you draw what we say we can say a normal എന്ന് പറയും. ഓക്കെ, സോ ദിസ് ആംഗിൾ ഈസ് ആംഗിൾ ടു ദ സർഫസ്. ഈ സർഫസിന് അത് ആംഗിൾ 90 ആയിരിക്കും. ദിസ് സൈഡ് ഓൾസോ 90. Okay, so perpendicular drawn to the point of incidence is called normal. So these are the three things. Now there is an angle between normal and incident ray. ഇൻസിഡൻ്റ് റേയും നോർമലും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിന് നമ്മൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പിന്നെ അതുപോലെ ദിസ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിന് നമ്മൾ പറയുന്ന പേരെന്താ പറയാം? യെസ്, the angle of reflection. You can see in the if the this any surface, the surface ആയിക്കോട്ടെ, if these three there is two rules, രണ്ട് റൂൾ ഉണ്ട്, അത് പഠിക്കണം. എന്തായിരിക്കും? This angle of incidence will be always equal to angle of reflection.
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ജാം ബോർഡ് എടുത്തിട്ട് ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. ഞാൻ ഒരു ജാം ബോർഡ് എടുത്ത് വരയ്ക്കട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്ത് I am going to draw the lane. ഓക്കെ, ഇതൊരു സർഫസ് എന്ന് വിചാരിക്കൂ കേട്ടോ. ഇതിലേക്ക് ഇതൊരു പ്ലെയിൻ മിറർ സർഫസ്. സോ ഇൻ ടു ദിസ് എ ലൈറ്റ് റേ ഫാൾസ്. ഇതിന് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്നാണ് പറയുക. എന്താ പറയുക? ഇൻസിഡൻറ്റ് റേ എന്ന് പറയാം. ഇൻസിഡൻറ്റ് റേ ഇൻസിഡൻറ്റ് റേ. Okay, now from there it get reflected. ഇത് റിഫ്ലക്റ്റ് ചെയ്യും പോകുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്ത് പേര് പറയാം? യെസ്, ഗുഡ്. ദിറ്റ് ഈസ് കോൾഡ് ദ റിഫ്ലക്റ്റഡ് റേ എന്നാണ് ഇതിന് പറയാം. So these are the two things that you have to take note. And this point, ഈ ഒരു പോയിന്റിന് നമ്മളൊരു പേര് പറയും. അതിനെന്താ പറയുക? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇതിന് നമ്മളൊരു നോർമൽ വരച്ച് കഴിഞ്ഞാൽ ഈ നോർമലിന് പറയുന്ന പേരാണ് എൻ എന്നുള്ള ഷോർട്ട് ലെറ്റർ കൊണ്ട് നമുക്കതിനെ മാർക്ക് ചെയ്യാം. സോ ദിസ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ഇൻസിഡൻറ്റ് റേ, ദിസ് ആംഗിൾ നമുക്ക് ആംഗിൾ ഐ എന്ന് പറയാം. എന്താണ് ആംഗിൾ ഐ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ആംഗിൾ, ഈ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ, ദാറ്റ് ആംഗിൾ വി ക്യാൻ കോൾ ദിസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. So here these three, there is a law. ഇവിടെയുള്ള ലോ എന്താണ്? The angle of incident is equal to angle of reflection always. എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. അതുപോലെ വേറൊരു നിയമമാണ് the incident ray, reflected ray and the normal lay in the same plane. ഇത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും, ഒരേ തലത്തിലായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചതുപോലെ ഇത് മൂന്നും ഒരൊറ്റ പ്ലെയിനിലായിരിക്കും. ഇപ്പോൾ ഇതിൽ നിന്നാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്തത്. ഇതെല്ലാം ഒരു പ്ലെയിനിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഒരു ഇതാണെങ്കിൽ ഇതിൻ്റെ ഇതാണോ, ഇപ്പോൾ എല്ലാം ഇതിൽ ഒരേ പ്ലെയിനിലായിട്ട് കാണും. എന്നാൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ, ഇത് മൂന്ന് രീതിയിലാണെങ്കിൽ നമുക്കിതിനെ എന്ത് പറയാൻ പറ്റില്ല? ഒരേ പ്ലെയിനിലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് രണ്ടും ഒരു പ്ലെയിൻ, ഇതിങ്ങനെ വേറെ പ്ലെയിൻ, ഇതിങ്ങനെ മൂന്ന് പ്ലെയിൻസ് വരും ഇവിടെ. അപ്പോൾ ഇവിടെ that is the second law of reflection. The incident ray, reflected ray and the normal lay in the same plane. So these are the two laws of reflection. ഇതാണ് two laws of reflection നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, now let us come to the next point. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഇപ്പോൾ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇനി നമ്മുടെ Bujo remembered that in class 7 he had studied some features of the image of the object formed by plane mirror. ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബൂജോ ഓർക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇതിനകത്ത് ഒരു ഓബ്ജക്റ്റിൻ്റെ ഇമേജ്, ഓക്കെ, ഇത് ഒരു പെൻഡുലം ബോബ്, ഇതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം കേട്ടോ. എങ്ങനെയാണ് കാണുന്നത്? കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അടിയിലാണ്. ഇത് എങ്ങനെയാണോ കണ്ടോ, ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ കാണുന്നുണ്ട്. ഇത് കണ്ടോ, തല കീഴാക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇറക്റ്റ്. എന്താണ്? ഇറ്റ് ഈസ് ഇറക്റ്റ് ഇമേജ്. ഇത് ഇമേജ് ഈസ് ഇറക്റ്റ് ഇമേജ്. അത് നിവർന്നതാണ്. ഇത് നിവർത്തി വെച്ചു, അപ്പോൾ അതിൽ കാണുന്ന ഇമേജും നിവർന്ന ഇമേജാണ്. തല കീഴാക്കി വെക്കുമ്പോൾ അതേപോലെയാണ് കാണുന്നത്. അപ്പോൾ ഇറക്റ്റ് ഇമേജ്, നിവർന്ന ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ സീ ദ സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ ഓബ്ജക്റ്റ്. ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഈ ബോബിൻ്റെ സൈസും പിന്നെ ഇമേജിൻ്റെ സൈസും, ഇമേജ് ആൻഡ് ദ ഓബ്ജക്റ്റ് ആർ ഓഫ് അങ്ങനെ സെയിം സൈസാണോ ഡിഫറെൻറ്റ് സൈസാണോ നിങ്ങൾക്ക് തോന്നുന്നത്? യെസ്, സെയിം സൈസാണ്. ഇനി നോക്കൂ, ഈ ലെൻസ് മിററിൽ നിന്ന് ഞാൻ ഇത് അകത്തി പിടിക്കുന്നതിനനുസരിച്ച് യു ക്യാൻ സീ ദ ഇമേജ് ഓൾസോ മൂവിങ് ബാക്ക്. ഇമേജും മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, image is moving back. So distance between the mirror and the object is equal to
the distance between the mirror and the image. The distance between image and the mirror is equal to the distance between a mirror and the object. Mirroril ninnu object the distance to image and object from the mirror are equal. അങ്ങനെയും പറയാം. ഈ മിററിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കും അതുപോലെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് തുല്യമായിരിക്കും കേട്ടോ. സോ ദീസ് ആർ ദ ആൻഡ് അനദർ തിങ്. നമ്മൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൃഗങ്ങൾ, കുരങ്ങുകളൊക്കെ അതിൻ്റെ മിറർ റിഫ്ലക്ഷൻ കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കുന്നത് കാണും അല്ലെ, അപ്പുറത്തൊരു കുരങ്ങുണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷികളൊക്കെ ഈ ഗ്ലാസ്സിൽ നമ്മുടെ വിൻഡോ പ്ലെയിൻ ഗ്ലാസ്സിൽ വന്ന് ഇങ്ങനെ മുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണത്? ഇറ്റ് ഫീൽസ് ദാറ്റ് സം ബേർഡ് ഈസ് ദർ ഇൻസൈഡ്. അതിൻ്റെ ഉള്ളിൽ ഒരു ബേർഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ വന്നിട്ട് കൊത്തുന്നത് അല്ലേ. അതുപോലെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ഇപ്പുറത്ത് നോക്കിയാൽ കാണുന്നില്ല. ഇതൊരു സ്ക്രീൻ ഇവിടെ വെച്ചാൽ സ്ക്രീനിൽ ഇതിൻ്റെ ഇമേജ് ഫോം ആവുന്നില്ല. സോ ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് ദാറ്റ് യു ക്യാൻ സീ, ഇത് കാണാൻ കഴിയുമെന്നല്ലാതെ ഒരു സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നില്ല. സച്ച് ഇമേജസ് ആർ കോൾഡ് വെർച്വൽ ഇമേജ്. യഥാർത്ഥത്തിലുള്ള ഇമേജ് അല്ല, വെർച്വൽ ഇമേജ്. സോ ദീസ് കോൺസെപ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ലാസ്റ്റ് ഇയറിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ, ഒരു പ്ലെയിൻ മിററിൽ ഇമേജ് ഉണ്ടാകുന്നതിൻ്റെ ഡയഗ്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു പോയിൻ്റ് ഓബ്ജക്റ്റിൽ നിന്ന് 2 റേ ഓഫ് ലൈറ്റ് വരുന്നതും അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും നിങ്ങൾ വരച്ചിട്ട് ആ പോയിൻ്റ്, ആ റെഡ് സ്പോട്ട് കാണുന്നത് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിന് 2 നോർമലും വരച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് യു ഹാവ് ടു ഡ്രോ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അത് ഏത് കേസിലും അങ്ങനെയാണ്. അപ്പോൾ അത് 2 തുല്യമായിട്ട് വരച്ചു. അപ്പോൾ യു ക്യാൻ സീ ദിസ് 2 ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈസ് ഡൈവേർജിങ്. ആ 2 ലൈറ്റ് റേയും എന്ത് ചെയ്യുന്നു? പ്ലെയിൻ മിററിൽ തട്ടിയിട്ട് ഒരു പോയിൻ്റ് ഓബ്ജക്റ്റിൽ നിന്നുള്ള 2 ലൈറ്റ് റേ പ്ലെയിൻ മിററിൽ തട്ടി ഡൈവേർജായി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഡൈവേർജായി പോകുന്നത്, ആ ലൈറ്റ് ഡൈവേർജ്ഡ് ലൈറ്റാണ് നമ്മളെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. യു ക്യാൻ സീ എ ഐ ഡ്രോൺ ദർ, ഒരു ഐ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആക്ച്വലി ദീസ് 2 ലൈറ്റ്സ് ആർ ഡൈവേർജ്. അതിങ്ങനെ അകന്നു പോവുകയാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അത് ഡൈവേർജ് ചെയ്യുന്നതാണ്. പക്ഷേ ആ ഡൈവേർജ് ചെയ്യുന്ന പോയിൻ്റ് മിററിൻ്റെ ബാക്കോട്ട് യു ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ഡൈവേർജ്ഡ് ലൈറ്റ്. ഈ ഡൈവേർജ്ഡ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റിനെ നിങ്ങൾ ഇഫ് യു കൺവേർജസ് ദിസ് 2 ഇൻറ്റു എ പോയിൻ്റ്, ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്താൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ മിററിൻ്റെ ബാക്കിൽ ഐ എന്നുള്ള പോയിന്റിൽ വെച്ചാണ് ഇത് ഡൈവേർജ് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ബാക്ക് ഒപ്പേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഇതൊന്നും കാണാൻ കഴിയില്ല, ഇതിലൂടെ നോക്കിയാൽ കാണാനായിട്ടൊന്നും കഴിയില്ല, ഇത് ഒപ്പേക്കാണ്. പക്ഷേ നമുക്ക് തോന്നുന്നു ഈ ലൈറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്കിലെ ഒരു പോയിന്റിൽ നിന്നാണെന്ന് തോന്നിപ്പോകും. ആ പോയിന്റിലാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വരച്ച് നോക്കിയാൽ അറിയാം, ആ മിററിൽ നിന്ന് O എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്കും പോയിൻ്റ് ഓബ്ജക്റ്റിലേക്കും ഐ എന്ന് പറയുന്ന പോയിൻ്റ് ഇമേജിലേക്കും ഉള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. യു ക്യാൻ ഡ്രോ, നിങ്ങൾക്കത് വരച്ച് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ ദർ ആർ 2 ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്. വെൻ പാരലൽ ബീം ഓഫ് ലൈറ്റ്, നമ്മളെപ്പോഴും പാരലൽ ബീം ഓഫ് ലൈറ്റ്, പാരലായിട്ട് ലൈറ്റ് റേ പാരലൽ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇത് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പാരലായിട്ട് ലൈറ്റ് റേ വരുമ്പോൾ ഈ പാരലൽ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓൾസോ റിഫ്ലക്റ്റ് പാരലൽ, അത് പാരലായിട്ട് തന്നെ പോകും. ഇഫ് ദ സർഫസ് ഈസ് പ്ലെയിൻ സർഫസ് ആണെങ്കിൽ അങ്ങനെയാണ്. ഇതിലേക്ക് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ആഫ്റ്റർ ഫോളോയിങ് ഓൺ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് റിഫ്ലക്റ്റഡ് പാരലൽ. ബട്ട് ഇഫ് ദ സർഫസ് ഈസ്, ഇതാണ് ഈ കൊടുത്തത്, അതിനാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാം, റെഗുലർ റിഫ്ലക്ഷൻ. എന്നാൽ നമ്മുടെ വേറെ സർഫസ് ആണ്, ഇറഗുലർ സർഫസ് ആണെന്ന് വിചാരിക്കുക.
റഫ് സർഫസിൽ നിങ്ങൾ പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ദ റിഫ്ലക്റ്റഡ് റേസസ് ആർ നോട്ട് പാരലൽ ടു വൺ അനദർ. കാരണം അതിൻ്റെ സർഫസ് പലതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബോൾ ഡ്രിബിൾ ചെയ്ത് കളിക്കാറുണ്ട് അല്ലേ, ഫുട്ബോൾ. അപ്പോൾ നല്ല പ്ലെയിൻ സർഫസ് ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഡ്രിബിളിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ സർഫസ് ഇറഗുലർ ആണെങ്കിലോ, നമ്മൾ ഫുട്ബോളോ മറ്റോ ബോൾ അതിൽ തട്ടിക്കഴിഞ്ഞാൽ പല ഭാഗത്തേക്കും അത് ചിതറിപ്പോകും. അതുപോലെ തന്നെയാണ് ഇവിടെ ലൈറ്റും. സോ നമ്മുടെ ഈ ക്ലാസ് റൂമിലേക്കൊക്കെ ഈ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ കേർട്ടൻ്റെ ഉള്ളിലൂടെ നമ്മുടെ റൂമിലേക്ക് ലൈറ്റ് വരും. നമ്മളിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിലൂടെ ലൈറ്റ് നിങ്ങൾക്ക് കാണാം, ലൈറ്റ് വരുന്നത് കാണാം. അപ്പോൾ ഈ വരുന്ന ലൈറ്റ് ഡയറക്റ്റ് ലൈറ്റ് അല്ല വരുന്നത്. എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ പുറമേയുള്ള സർഫസൊക്കെ ഇറഗുലർ സർഫസാണ്. അപ്പോൾ ഇറഗുലർ സർഫസിൽ തട്ടിയിട്ട് അത് സ്കാറ്റർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അകത്തേക്കൊക്കെ വരുന്ന വിൻഡോയിലൂടെയൊക്കെ ഡയറക്റ്റ് വെയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ലൈറ്റ് മുഴുവൻ ഇങ്ങനെ റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. മറ്റുള്ള ഇതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്ററയാണ് നമ്മളെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ അത് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്നാണ് അതിന് പറയുക. എന്താ പറയുക? സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ, വിസരിത പ്രകാശം എന്ന് പറയും, വിസരിത പ്രകാശം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആകാശത്തിന് കളർ കിട്ടിയതും പിന്നെ നമ്മളെ റൂമിലേക്ക് ലൈറ്റൊക്കെ വരുന്നത് ഇങ്ങനെ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ മൂലമാണ്. ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ഓർ ഇറഗുലാർ റിഫ്ലക്ഷൻ, പല പേരിലും പറയാം, ഡിഫ്യൂസ്ഡ് ഓർ ഇറഗുലാർ റിഫ്ലക്ഷൻ. അപ്പോൾ ഇൻ ദീസ് കേസ് ഓൾസോ നിങ്ങൾ ഈ ഒരു ഇതിലൊക്കെ ആ ബ്ലൂ ലൈനിൽ റിഫ്ലക്റ്റഡ് റേസ് വരച്ചത് കാണാം. അപ്പോൾ ഈ അതിനകത്ത് ആ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിന്, ഓരോ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിനും നിങ്ങൾ ഓരോ നോർമൽ വരച്ചാൽ, ഓരോ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിനും നോർമൽ വരച്ചാൽ ആ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, and the angle between incident ray and the normal, you can see they are equal. അപ്പോൾ laws of reflection is applicable not only to the plane surface ന് മാത്രമല്ല, this type of surface also it is applicable. ഇത് applicable ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, so that is the things. Then നമുക്ക് ഇനി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നുള്ള കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? റിഫ്ലക്ഷൻ എന്നുള്ളത് അല്ലേ, റെഗുലാർ റിഫ്ലക്ഷൻ, ഇറഗുലാർ റിഫ്ലക്ഷൻ. Okay, so next things that we can study in the next video you will be seeing. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം